ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല മഴയാണല്ലേ, രാത്രിയും നല്ല മഴയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം എഴുന്നേൽക്കുമ്പോൾ തന്നെ സിറ്റൗട്ടിൽ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടുണ്ടാവില്ല, പിന്നെ വെക്കേഷൻ ആണല്ലോ, കുറച്ച് വൈകിയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ആവുന്നത്. അപ്പോൾ അത് മഴയൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ലവ് ബേർഡ്സ് ഇരുന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പം എന്താ സംഭവം നോക്കിയപ്പോൾ അവരുടെ ഫുഡിൽ കുറച്ച് ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ട്. മഴക്കാലമാണല്ലോ, അപ്പോൾ ഉറുമ്പൊക്കെ കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ഫുഡ് കഴിക്കില്ല കേട്ടോ, ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ കുറച്ചിങ്ങനെ തട്ടി ഉറുമ്പൊക്കെ കളഞ്ഞു കൊടുത്തു. പിന്നെ അത് മാത്രമല്ല കുറച്ചൊന്ന് ഫില്ലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത്യാവശ്യം അത് കഴിയാനായിട്ടുണ്ട് ഫുഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് ഈ കൂട് അങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കും കേട്ടോ, കാരണം ലവ് ബേർഡ്സിന് ഭയങ്കര ഇഷ്ടമാണല്ലോ മഴ. അപ്പോൾ മഴ ശരിക്കും ആ മഴ സമയത്തൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ ഇവർ നല്ല രസമുണ്ടോ കാണാനായിട്ട്. ലവ് ബേർഡ്സ് ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. മഴ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ നനക്കുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യിച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ചെടികളൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് അസീജ. ഈ സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ബോഗൺവില്ല വെച്ച ചട്ടിയിലൊക്കെ അത്യാവശ്യം നല്ലപോലെ പുല്ല് കിളർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ എന്ന് വെച്ചാൽ പുല്ല് ഇതാ ഇത്രത്തോളം ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കിളികൾക്ക് വെച്ച് കൊടുത്തു. ഈ പുല്ല് കിളികൾ തിന്നുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കഴിക്കും. അപ്പോൾ ഞാനത് അങ്ങോട്ട് പറിച്ച് വേഗം ആ കിളിക്കൂട്ടിലേക്ക് തന്നെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചെടികളിലൊക്കെ പുല്ല് പിടിച്ചിട്ടുണ്ട്. മഴ തുടങ്ങിയപ്പോൾ തന്നെ പുല്ല് നല്ലപോലെ ആയിട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ ഒരു പോട്ടിൽ മുളക് തൈ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. മുളകും തൈ എവിടെ നിന്നാലും ഞാനത് നട്ടു കൊടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കളയുന്നതിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെ ഞാൻ മാറ്റി നട്ടു കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് തൈ. ഈ പറഞ്ഞ പോലെ അതിൽ മുളക് ഉണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, നമുക്ക് കറിക്കൊക്കെ എടുക്കാൻ പറ്റുമ്പോൾ. അപ്പം ഞാൻ ആ മുളകും തൈയൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണം ആയിട്ടുണ്ട്. ആദ്യമേ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ തീരെ കുഞ്ഞായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വലുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് ഓർത്തിട്ട് എടുക്കാതിരുന്നതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നട്ടു കൊടുക്കട്ടെ. ഇപ്പുറത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് വേറെ പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അതിൽ വേറെ പോട്ടിലൊക്കെ ആയിട്ട് മുളക് തൈ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ പോട്ടാണ് കേട്ടോ, വലിയ പോട്ടാണേ. അപ്പോൾ അതിലൊരു 3 തൈ വെച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. തക്കാളി തൈയും നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇനി നമുക്ക് ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. ഞാനപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് നോക്കിയപ്പോൾ ഇക്കാക്കയും മനീനും കൂടി ഭയങ്കര ഉറക്കമാണ് കേട്ടോ, കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കമാണ്. ഒന്നും കൂടി ഒന്ന് കിളികളെ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത പുല്ല് കഴിക്കുന്നുണ്ട് കേട്ടോ. അവർ കഴിക്കുന്ന പുല്ല് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, പുല്ലിൻ്റെ പേര്. അപ്പം ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ മഴയുണ്ടായില്ല. അപ്പം ഈ ഒരു സമയത്ത് നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത്. അങ്ങനെ മഴയൊക്കെ കൊണ്ട് ഞാൻ റെയിൻകോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും നനയുമല്ലോ. അപ്പം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. ഇന്നിപ്പോൾ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. നെയ്ച്ചോറ് വെക്കാമെന്നും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാറ്റർഡേയ്സിലായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും ഇതേപോലെ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ്, മന്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് സാറ്റർഡേയിലായിരുന്നു. എനിക്ക് സൺഡേ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം സാറ്റർഡേ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിം അംഗനവാടി പോകണ കാരണം സാറ്റർഡേ ആലിമിനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സൺഡേയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ്. ചിക്കൻ കറിക്ക് ഞാൻ തന്നെ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സവാള അതും മിക്സിയുടെ ജാറിൽ തന്നെ അങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്.
നല്ലപോലെ വഴണ്ടി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മുളക് പൊടിയൊക്കെ കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ അങ്ങോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ തക്കാളി അരച്ച ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൽ കുറച്ചൊന്ന് കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത്രമാത്രം വെള്ളം ചേർക്കുന്നുള്ളൂ. ചിക്കനിൽ എങ്ങനെയായാലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരച്ച് കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നേ. കുറച്ച് തേങ്ങയും കൂടി അരച്ചിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല കുറുകിയ ചാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നെയ്ച്ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. നെയ്ച്ചോറ് ഇപ്പോൾ നമ്മൾ 2-3 വീഡിയോസിൽ കാണിച്ചായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പോൾ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡിന് ചോറും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും പിന്നെ സാലഡും ഒക്കെ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. സാലഡ് നമ്മൾ പുളിയില്ലാത്ത സാലഡ് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണല്ലോ അത് കഴിക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. ക്യാരറ്റൊക്കെ ഇടായിരുന്നു, പക്ഷെ ഞാൻ ക്യാരറ്റ് ഇട്ടില്ലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചു നേരമൊക്കെ ഒന്ന് കിടന്നു കേട്ടോ. ഞാനും ആലിമുമായിട്ട് കുറച്ചു നേരം കിടന്നു. കാരണം ആലിമ അംഗൻവാടിയിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. പക്ഷെ അവൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. കിടന്നെങ്കിലും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. വൈകുന്നേരം ആയപ്പോഴുള്ള മഴയാണ് കേട്ടോ. കാറ്റ് നോക്കി, നല്ല കാറ്റും മഴയൊക്കെയാണ്. നല്ല പോലെ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി പറയുന്നുണ്ടായിരുന്നു, ഉമ്മച്ചിയുടെ ആ ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ മറിഞ്ഞ് വീണു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.